തടസ്സങ്ങളെല്ലാം നീങ്ങി ശബരി റെയിൽപാതയ്ക്ക് സംസ്ഥാന സർക്കാർ ഉണർവേകുമ്പോൾ മലയോര ജനതയുടെ കാൽനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് അവസാനിക്കുന്നത്. അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പാതയ്ക്കായി 50% ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കാൻ തയ്യാറായതോടെ റെയിൽ ഗതാഗതം അന്യമായ ഇടുക്കി മലയോര മേഖലയിൽ വികസനം കുതിച്ചെത്തും. വലിയ സന്തോഷ വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളതും അഖിലിന്. പ്രത്യേകിച്ച് അഖിലിന്റെ അടക്കം കാലാകാലങ്ങളായുള്ള ഒരു ആവശ്യമാണ് ശബരി റെയിൽപാത. ഞങ്ങളൊക്കെ ഇങ്ങനെ ട്രോളുമെങ്കിലും നാട്ടിലേക്കൊരു ട്രെയിൻ പോലും ഇല്ല എന്ന് അഖിലിനെ ഇങ്ങനെ ട്രോളുമ്പോഴും ഇനി ഞങ്ങളുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി കൂടെ തുറന്നു വെക്കുകയാണ് സംസ്ഥാന സർക്കാർ. തീർച്ചയായും വിനുഷ, ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അങ്കമാലി ശബരി റെയിൽപാത എന്ന് പറയുന്നത്. കാലങ്ങളായി, വർഷങ്ങൾ ഇത്രയായിട്ടും റെയിൽ ഗതാഗതം അന്യമായിരുന്ന ഇടുക്കി ജില്ലയ്ക്ക് സ്വന്തമായി റെയിൽപാത വരികയാണ്. മൊത്തം 14 സ്റ്റേഷനുകളാണ് അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയിൽ വരിക. ഇതിൽ തൊടുപുഴ, കരിങ്കുന്നം സ്റ്റേഷനുകൾ ഇടുക്കി ജില്ലയിലായിരിക്കും ഉണ്ടാകുക. അത്തരത്തിൽ റെയിൽവേ ഗതാഗതം അന്യമായി ഇടുക്കി ജില്ലയ്ക്ക് സ്വന്തമായി റെയിൽവേ ഗതാഗതം സ്വന്തമാക്കാൻ പോവുകയാണ്. അതിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടം വരാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്കായിരിക്കും. മൂന്നാർ, തേക്കടി, വാഗമൺ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കെല്ലാം വിനോദസഞ്ചാരികൾക്ക് എത്തിച്ചേരുന്നതിന് വളരെ എളുപ്പമുള്ളൊരു മാർഗമായിട്ട് അങ്കമാലി എരുമേലി ശബരി റെയിൽപാത മാറും. കൂടാതെ തന്നെ ലോകത്തെ ഏറ്റവും നല്ല ഏലം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കുമളി, ശാന്തന്മാറ തുടങ്ങിയ ഇടുക്കി ജില്ലയിലെ പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ നിന്ന് ഏലം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും കൃത്യമായി സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം നടത്തുന്നതിനുമുള്ള എല്ലാ വഴിയും അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയിലൂടെ തുറക്കപ്പെടുകയാണ്. വളരെ നാളുകളായി വിനുഷ പറഞ്ഞ പോലെ എൻ്റെ പ്രായം തന്നെ വരും അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക്. 1998 ആരംഭിച്ച് ഇത്ര കാലം 27 വർഷക്കാലത്തോളം നടക്കാതിരുന്നൊരു പദ്ധതിയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഇപ്പോൾ നടപ്പിലാകാൻ പോകുന്നത്. അതിലെടുത്തു പറയേണ്ട വസ്തുത എന്ന് പറയുന്നത്, ചരിത്രത്തിലാദ്യമായാണ് കേന്ദ്രത്തിൻ്റെതായ റെയിൽവേ പദ്ധതിക്ക് വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ പണം മുടക്കേണ്ടി വരുന്നത്. അത്തരത്തിൽ സംസ്ഥാന സർക്കാർ 3800 കോടി രൂപയാണ് അങ്കമാലി എരുമേലി ശബരി പാതയ്ക്കായി മൊത്തത്തിൽ വരുന്ന നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത്. ഈ തുകയുടെ നേരെ പകുതിയായ 1900 കോടി രൂപ കിഫ്ബി വഴി ലഭ്യമാകുമെന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. അത്തരത്തിൽ മന്ത്രിസഭാ യോഗം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിൻ്റെ ഫലമായി അങ്കമാലി എരുമേലി റെയിൽപാതയ്ക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയാണ്. മുഖ്യമന്ത്രി ഇതേ സംബന്ധിച്ച് അങ്കമാലി എരുമേലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നു. അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത്. എന്നിരുന്നാലും അങ്കമാലി എരുമേലി റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതോടെ ഇടുക്കി ജില്ലയ്ക്കും എറണാകുളം ജില്ലയ്ക്കും കോട്ടയം ജില്ലയ്ക്കും ഉൾപ്പെടെയുള്ള പത്തനംതിട്ട ജില്ലയ്ക്കും പുത്തൻ ഉണർവാണ് ഉണ്ടാകാൻ പോകുന്നത്. ശബരിമല തീർത്ഥാടകരെ മാത്രമല്ല, ഭരണങ്ങാനം DPR പ്രകാരം ഭരണങ്ങാനത്ത് സ്റ്റേഷൻ ഉണ്ടാവും. അതുപ്രകാരം ഭരണങ്ങാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകർ, മലയാറ്റൂരേക്ക് എത്തുന്ന തീർത്ഥാടകർ എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമായി മധ്യ ജില്ലകൾക്ക് വളരെയധികം ഗുണകരമാകുന്ന ഒരു പദ്ധതി കൂടിയാണ് അങ്കമാലി എരുമേലി ശബരി റെയിൽപാത എന്ന് പറയുന്നത്. ഈ പുതിയ 3800 കോടി രൂപയിൽ 2 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത് എരുമേലിയിൽ നിന്നും അങ്കമാലി എരുമേലി റെയിൽപാതയെ ബാലരാമപുരം വഴി തിരുവനന്തപുരത്തേക്ക് നീട്ടുന്നതിനുള്ള DPR തയ്യാറാക്കുന്നതിന് കൂടിയാണ്. അത്തരത്തിൽ പുതിയൊരു DPR കൂടെ തയ്യാറാക്കി തിരുവനന്തപുരം വരെ റെയിൽപാതയെ ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ പുത്തൻ ഉണർവായിരിക്കും കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും ഉണ്ടാകാൻ പോകുന്നത് വിനുഷ.